ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഞായറാഴ്ച വീഡിയോ ചെയ്യാൻ പറ്റിയില്ല, കാരണം ഇന്നലെയാണ് പ്ലാന്റ്സുകൾ വന്നത് കേട്ടോ. അപ്പോൾ വേഗത്തിൽ തന്നെ പ്ലാന്റ്സുകൾ കാണിച്ചു പോകാം. എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന 2 കോംബോ ഇന്നത്തെ വീഡിയോയിലുണ്ട് കേട്ടോ. അത് തന്നെ കോംബോ കാണിച്ചിട്ട് ബാക്കിയുള്ള പ്ലാന്റ്സുകൾ കാണിക്കാം. നമുക്ക് സാൻസവേരിയയുടെ കോംബോ സിസി പ്ലാന്റിന്റെ കോംബോ ആദ്യത്തെ കാണിക്കട്ടെ. സിസി പ്ലാന്റ് ഡ്വാർഫ് വെറൈറ്റി, ചെറിയ സൈസിലുള്ള അതാ ഇങ്ങനെ ഇത്രയും ഷൂട്ടുകളൊക്കെയുള്ള ഈ സൈസിലുള്ള പ്ലാന്റ്. ഇത് ഡ്വാർഫ് വെറൈറ്റിയാണ് വരുന്നത്. അതിൻ്റെ തന്നെ നോർമൽ സിസി പ്ലാന്റിന്റെ വെറൈറ്റി. ഇത് പെട്ടെന്ന് തന്നെ വലുതായിക്കോളൂ കേട്ടോ. ഇതിൻ്റെ ആ റൈസോമൊക്കെ നന്നായിട്ട് ഫോം ചെയ്തിട്ടുള്ള നല്ല പ്ലാന്റുകളാണ്. അപ്പോൾ നമുക്ക് ഒരു മാക്സിമം ഒരു 4-5 പോട്ടിൽ ഇത് സെറ്റ് ചെയ്താൽ മതി. അതിനുശേഷം പിന്നീട് വലുതായിട്ട് പോട്ടുകൾ മാറ്റി കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ. ഇതിന് 220 ആണ് റേറ്റ് വരുന്നത്. 220 പ്ലസ് കൊറിയറാണ്. അപ്പോൾ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്ക് പോത്തോസിന്റെ കോംബോ കാണിക്കട്ടെ. ഇൻഡോറിലേക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കോംബോകളാണ് ഇപ്പോൾ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലും 2 പ്ലാന്റുകളാണ് ഉള്ളത്. ഇത് നമ്മുടെ നിയോൺ പോത്തോസ്, ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്, ഇങ്ങനെ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ മാർബിൾ പോത്തോസ്, ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്. ഇതിന് രണ്ടിനും റേറ്റ് വരുന്നത് 250 ആണ് റേറ്റ് വരുന്നത്. 250 പ്ലസ് കൊറിയറാണ്. അപ്പോൾ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്തോളൂ. അപ്പം ഇനി ബാക്കി പ്ലാന്റ്സുകൾ ഞാൻ വേഗം കാണിച്ചു പോട്ടെ. എവിടെ നിന്ന് തുടങ്ങണം? ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ. നമുക്ക് ലക്കി ബാമ്പു 3-in-1 സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഒരു പോട്ടിൽ 3 എണ്ണമായിട്ട് അങ്ങനെ സെറ്റ് ചെയ്യാൻ പാകത്തിലുള്ളത് സ്റ്റോക്കിൽ ഇപ്പോൾ ഉണ്ട് കേട്ടോ. പിന്നെ ബേർഡ് ഓഫ് പാരഡൈസും സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഇൻഡോറിലേക്കൊക്കെ നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് സ്റ്റോക്ക് തീരുന്നുണ്ട്. നമ്മൾ റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒരു പോട്ടിൽ 2 എണ്ണമായിരിക്കും. പിന്നെ ജെയ്ഡ് പ്ലാന്റ് വന്നിട്ടുണ്ട്. സാധാരണ നമുക്ക് ജെയ്ഡ് വരാറുള്ളത് മണ്ണിലാണ് വരുന്നത്. ഇതിപ്പോൾ ജെയ്ഡിൻ്റെ നല്ല തിക്കായിട്ടുള്ള പോട്ട്. ഇത് കണ്ടോ, നന്നായിട്ട് വേരൊക്കെ പിടിച്ച് കൊക്കോപീറ്റിലാണ് പ്ലാന്റുകൾ വന്നേക്കുന്നത്. നല്ല രസമാണ് പ്ലാന്റ് കാണാനായിട്ട്. അതുപോലെ തന്നെ റേറ്റും കുറവാണ്. അപ്പോൾ താല്പര്യമുള്ള കാറ്റലോഗ് നോക്കിയിട്ട് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ. ഇത്രയും നല്ല ഷൂട്ടുകളൊക്കെ ആയിട്ട് ഉള്ള ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള പ്ലാന്റുകളാണ് വന്നേക്കുന്നത്. അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. റേറ്റ് ഒക്കെ നോക്കിക്കോളൂ. കാർട്ട് ആഡ് ചെയ്ത് സെൻഡ് ചെയ്താൽ മതി. ഇനി കാറ്റലോഗ് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ കാറ്റലോഗ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും കാറ്റലോഗ് കാണാൻ പാകത്തിന്, അല്ലെങ്കിൽ ആ സ്ക്രീൻ നമ്മുടെ അറിയാമല്ലോ, എല്ലാവർക്കും കാറ്റലോഗ് എടുക്കാൻ അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഓർഡർ ചെയ്തു. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ട് ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് റേറ്റ് പറയുന്നില്ല എന്ന് പറഞ്ഞു. ഇത്രയും പ്ലാൻസ് വാങ്ങിക്കുമ്പോൾ നമുക്ക് റേറ്റ് പറയാൻ പറ്റാത്തത് കൊണ്ടാണ്. ഒക്കെ ഓർമ്മയിൽ നിൽക്കുന്നില്ല, പ്രായമൊക്കെ ആയില്ലേ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ കാറ്റലോഗ് എല്ലാവർക്കും കാണാൻ പാകത്തിന് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാറ്റലോഗ് എടുത്ത് നോക്കിക്കോളൂ. റേറ്റ് ഒക്കെ നോക്കിയിട്ട് ഓർഡർ ചെയ്തോളൂ. ഇത് ഫൈക്കസ് ഇതിൻ്റെ വെറൈറ്റിയാണ്. ഫൈക്കസ് കോമ്പാക്റ്റ്. ഒരു പോട്ടിൽ 3 എണ്ണമാണ്. വേഗം കാണിച്ചു പോവാണ് കേട്ടോ. സൺറെഡ് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. നല്ല മെച്യൂർഡ് ആയിട്ടുള്ള ഫിലോഡെൻഡ്രോൺ വെറൈറ്റി സൺറെഡ് കേട്ടോ. അതേപോലെ തന്നെ ഫേൺ വന്നിട്ടുണ്ട്. ബെഡ് നച്ച് ഫേൺ. ഇത് സ്റ്റോക്കിലുണ്ട്. ഇത്രയും വലിയ പ്ലാന്റാണ്. നല്ല കരുത്തുള്ള പ്ലാന്റ് കേട്ടോ. സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. പിന്നെ ഫിലോഡെൻഡ്രോൺ ഒക്കെ നമുക്ക് വലിയ പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിന് ഒരു വെറൈറ്റി വന്നിട്ടുണ്ട്. ഇത് കാൽക്കിസ് ഗോൾഡ് എന്നും പറഞ്ഞുകൊണ്ട് കൂടുതൽ ഷൂട്ടുകളൊക്കെയുള്ള 4 അല്ലെങ്കിൽ 5 ഷൂട്ടുകളാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ വരുന്നത്. നിങ്ങൾക്ക് അടർത്തി മാറ്റി നടണമെങ്കിൽ അങ്ങനെ നടാം. നമ്മളുടെ പെയിൻറ്റഡ് ലേഡിനോടൊക്കെ കുറച്ച് സാമ്യമുള്ള ഇങ്ങനെയുള്ള നല്ല രസമുള്ള പ്ലാന്റ് കേട്ടോ. നല്ല മെച്യൂർഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തൊക്കെ നടാം. അല്ലെങ്കിൽ ഒറ്റ പോട്ടിൽ തന്നെ ഇങ്ങനെയൊക്കെ സ്റ്റിക്ക് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ഇതായിപ്പോയി സ്റ്റിക്കൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ വളർത്താം കേട്ടോ. പിന്നെ നമുക്ക് സ്ട്രിങ് ഓഫ് പേൾസും സ്ട്രിങ് ഓഫ് ബനാനയൊക്കെ വന്നതിന് ഞാൻ യാത്രയൊക്കെ പോണേക്കാളും മുമ്പ്. അപ്പോൾ അങ്ങനത്തെ 2 വെറൈറ്റി നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഇത് സ്ട്രിങ് ഓഫ് പർപ്പിൾ ഫ്ലഷ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വരുന്നത്. നമ്മുടെ സ്ട്രിങ് ഓഫ് ബനാനയ്ക്കൊക്കെ ഒരു സാമ്യമുള്ള ഒരു ഇത് കേട്ടോ. സാമ്യം ഏകദേശമൊക്കെ അത് തന്നെ. അതിൻ്റെ സ്ട്രിങ് കണ്ടോ, അത് ഒരു പർപ്പിൾ കളറായിരിക്കും. നമ്മുടെ സ്ട്രിങ് ഓഫ് പേൾസ് ബനാനയുടെ ഒക്കെ ഒരു പച്ച കളർ തന്നെയല്ലേ അതിൻ്റെ ആ തണ്ട് വരുന്നത്. ഇത് നോക്കി, അതിൻ്റെ ഒരു പർപ്പിൾ ഷെയ്ഡ്, പർപ്പിൾ ഫ്ലഷ് എന്ന് പറഞ്ഞിട്ടാട്ടോ വരുന്നത്. ഇങ്ങനെ സക്കുലൻ വെറൈറ്റിയാണ്. അപ്പോൾ അതനുസരിച്ചൊക്കെ കെയർ ചെയ്ത് വളർത്തുക. നല്ല രസമാണ് കാണാൻ കേട്ടോ. ഇങ്ങനെ തിക്കായിട്ട് അങ്ങനെ വരുന്നത്. ഇനി സ്ട്രിങ് ഓഫ് ഡോൾഫിൻ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. അത് നല്ല രസമാണ് അതിൻ്റെ ഇത് കാണാനായിട്ട്. ഇത് നോക്കി, ഒരു ഡോൾഫിൻ്റെ ഒക്കെ ഒരു ഇത് കണ്ടോ,
ഒരു ഡോൾഫിൻ്റെയൊക്കെ ഒരു ഇത് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ സെയിം ആയിട്ട് തോന്നും. ഇത് പക്ഷേ അങ്ങനെയല്ല, ഇതൊരു ഡോൾഫിനായിട്ട് ഇതിൻ്റെയൊക്കെ ദേ ഈ ഇലയൊക്കെ നോക്കി, ഇത് കണ്ടോ, അങ്ങനെയാണ് ഇല വരുന്നത്. കുറച്ചിങ്ങനെ പരന്നിട്ട് അങ്ങനെയുള്ള ഒരു ലീഫാണ് ഇതിന് വരുന്നത് കേട്ടോ. ഇതും സക്കുലന്റ് വെറൈറ്റി തന്നെയാണ്. അപ്പോൾ അതനുസരിച്ച് തന്നെ വളർത്തണം കേട്ടോ. അപ്പം അങ്ങനെ ഈ 2 വെറൈറ്റി നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കാറ്റലോഗ് നോക്കിയിട്ട് താല്പര്യമുള്ളവർ വേഗത്തിൽ ഓർഡർ ചെയ്തോളൂ കേട്ടോ. പിന്നെ ഇത് നമ്മളുടെ ഫിലാഡൻഡ്രോൺ വെറൈറ്റി ഓക്സി വെരിഗേറ്റഡ് സ്റ്റോക്കിലുണ്ട്. ഇതൊക്കെ നമുക്ക് പോത്തോസിൻ്റെയൊക്കെ കൂട്ടത്തിൽ ഒക്കെ വളർത്തണമെങ്കിൽ വാങ്ങിക്കണമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം കേട്ടോ. നമുക്ക് 2 പാം വെറൈറ്റി ഇപ്പോൾ നമുക്ക് നിലവിൽ സ്റ്റോക്കിലുണ്ട്. നമ്മുടെ ബാംബു പാം ഇത് സ്റ്റോക്കിൽ നമുക്ക് വന്നിട്ടുണ്ട്. ഇത് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു പോട്ടിൽ കൂടുതൽ എണ്ണമൊക്കെയാണ്. 10 എണ്ണം വരെ ഞാൻ എണ്ണിയിട്ടുണ്ട്. 10 എണ്ണം 10, 12, 15 വരെയൊക്കെ വരുന്നുണ്ട്. ഒരു 8-നും 15-നും ഇടയ്ക്കൊക്കെ ആയിരിക്കും കേട്ടോ. ഇതിലിപ്പോൾ ഇച്ചിരി കുറവാണെന്ന് കാണുന്നതെന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ തന്നെ നമ്മുടെ അരേക്ക പാമ്പിൻ്റെ ഇതിൽ വരുന്നത് കൊക്കോപീറ്റിൽ വരുന്നത്. നമുക്ക് അരേക്ക പാം സാധാരണ മണ്ണിലാണ് വരാറ്. ഇതിപ്പോൾ കൊക്കോപീറ്റിലാണ് വരുന്നത്. ഇങ്ങനെ കണ്ടോ, ഇതിങ്ങനെയാണ് വന്നേക്കുന്നത്. കൂടുതൽ എണ്ണമൊക്കെ ഉണ്ട്. അപ്പോൾ കൊക്കോപീറ്റിൻ്റെ താല്പര്യമുള്ളവർ പെട്ടെന്ന് നമുക്ക് റിപ്പോർട്ടൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ ഇത് വാങ്ങിച്ചോളൂ കേട്ടോ. നല്ല കരുത്തുള്ള അടിപൊളി പ്ലാന്റാണ് ഇത് വരുന്നത് കേട്ടോ. പിന്നെ ഫിലാഡൻഡ്രോൺ വെറൈറ്റിയുടെ ഫിലാഡൻഡ്രോൺ ഫ്ലോറിഡ ബ്യൂട്ടി അപ്പോഴും സ്റ്റോക്കിലുണ്ട്. നമുക്ക് CC പ്ലാന്റിൻ്റെ വലിയ പോട്ടുകൾ 2 എണ്ണം സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. നമ്മൾ ചെറിയ പോട്ട് ഇപ്പോൾ കോംബോ കാണിച്ചല്ലോ 220-യുടെ, നിങ്ങൾക്ക് അതാണ് വാങ്ങിക്കാൻ ക്യാഷ് ഉള്ളൂവെങ്കിൽ അത് വാങ്ങിക്കുക. ഇനിയിപ്പോൾ കൂടുതൽ വലിയ നല്ല പ്ലാന്റുകൾ കുറച്ചുകൂടി വലിപ്പമുള്ള പ്ലാന്റുകൾ വാങ്ങിക്കണം എന്നുള്ളവർക്ക് ഇത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് ഡ്വാർഫ് വെറൈറ്റി. ഇപ്പോൾ കുഞ്ഞിൻ്റെ കാണിച്ചതിൻ്റെ തന്നെ വലിപ്പമുള്ളതാണ് കേട്ടോ ഇത് വരുന്നത്. ഈ ഒരു വലിയ ബോട്ടിൽ 5 ഇഞ്ച് ബോട്ടിലാണ് വരുന്നത്. മണ്ണിലാണ് പ്ലാന്റുകൾ വന്നേക്കുന്നത്. അപ്പോൾ മണ്ണ് മാക്സിമം നമ്മൾ കളഞ്ഞിട്ടായിരിക്കും വിടുന്നത്. അതിൻ്റെ തന്നെ ബ്ലാക്കും വരുന്നുണ്ട് കേട്ടോ. CC പ്ലാന്റിൻ്റെ നല്ല പ്ലാന്റുകളാണ്, നല്ല കരുത്തുള്ള പ്ലാന്റുകളാണ്. അപ്പോൾ ഗിഫ്റ്റൊക്കെ കൊടുക്കണമെങ്കിലോ അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് നോമ്പൊക്കെ ഇപ്പം എല്ലാവർക്കും നോമ്പൊക്കെ തുടങ്ങുമല്ലേ. അപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ആർക്കെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കണമെങ്കിൽ സെറ്റ് ചെയ്തൊക്കെ ഇപ്പോഴേ വെക്കാൻ പറ്റുന്ന നല്ല പ്ലാന്റുകളാണ് വന്നേക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് 2 വെറൈറ്റിയും കൂടെ നമ്മുടെ ഇതിലുണ്ട്. ഇത് സക്കുലന്റ് വെറൈറ്റി ഹോപ്പ്, പെപ്രോമിയയുടെ വെറൈറ്റി പെപ്രോമിയ ഹോപ്പ്. നല്ല പ്ലാന്റാണ് വന്നേക്കുന്നത്. നല്ല കരുത്തുള്ള, നല്ല വെയിറ്റൊക്കെ ഉള്ള, നല്ല ഫ്രഷി ആയിട്ടുള്ള അടിപൊളി പ്ലാന്റ്. ഇങ്ങനെ സെറ്റ് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർ അങ്ങനെ വെച്ചോളൂ. ഡിഷിഡിയ വെറൈറ്റി വന്നിട്ടുണ്ട്. ഡിഷിഡിയ ഗ്രീൻ ഈ ഒരു വെറൈറ്റി സ്റ്റോക്കിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് സാൻസവേരിയ വെറൈറ്റി, സാൻസവേരിയ മിക്കാഡോ, സിൽവർ മിക്കാഡോ ഇതൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് എപ്പോഴും തീർന്നു പോകുന്നത്. ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് നോട്ട് ചെയ്തോളൂ. ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കാക്ടസ് വെറൈറ്റി, കാക്ടസ് ബ്രെയിനും ഇതിപ്പോൾ സ്റ്റോക്കിലുണ്ട്. പിന്നെ ഒരു വെറൈറ്റി, പുതിയതായിട്ടുള്ള ഒരു വെറൈറ്റി ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. ഇത് നമ്മുടെ ഡിഫൻബാക്കിയ വെറൈറ്റി, ഡിഫൻബാക്കിയ മിൽക്ക് എന്ന് പറഞ്ഞിട്ട് വരുന്ന മിൽക്കി വേവ് എന്ന് പറഞ്ഞിട്ട് നല്ല രസമാണ് കാണാൻ കേട്ടോ. ഒരു പ്രത്യേക കളർ, ഒരു സിൽവർ ടച്ചും ഒരു എന്തൊക്കെ കളറാണെന്നത് പറയാൻ പറ്റുള്ള ഒരു യെല്ലോയിഷും ഒരു ക്രീമും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള നല്ല രസമുള്ള നല്ല പ്ലാന്റാണ് വന്നേക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഇതിൽ വന്നേക്കുന്നത്. ഇത് നിങ്ങൾക്ക് കട്ട് ചെയ്തൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഡിഫൻബാക്കിയ വെറൈറ്റിക്ക് അധികം കെയറിങ് ആവശ്യമില്ല, ഒട്ടും തന്നെ കെയറിങ് ആവശ്യമില്ലാത്ത. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോട്ടൊക്കെ തിക്കി നല്ല രസമാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ സ്റ്റോക്കിലുണ്ട്. ബാക്കി പ്ലാന്റ്സുകളൊക്കെ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് നടുന്ന കാര്യത്തിലോ വളർത്തുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ സംശയങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഈ പ്ലാന്റുകൾ ഇപ്പോൾ ഓർഡർ ചെയ്യുന്ന പ്ലാന്റുകൾ ഈ ദിവസങ്ങളിൽ തന്നെ, ഇപ്പോൾ നിങ്ങൾ ചൊവ്വാഴ്ചയായില്ലേ, അപ്പോൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ അയക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.